ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുമായുള്ള ഒരു ബന്ധം പ്രണയത്തിലായി. 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയത്തിന് സംഘവുമായി വരനെത്തിയപ്പോൾ ഞെട്ടുന്ന കാഴ്ച. വധുവിന്റെ കൂട്ടർ പറഞ്ഞ സ്ഥലം ഭൂപടത്തിൽ പോലുമില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം. എത്ര തന്നെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ പ്രണയങ്ങൾ ആളുകളെ ഇങ്ങനെ കുടിക്കൊണ്ടേയിരിക്കും. ആളുകൾക്ക് എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാകില്ല, ഈ വലയിൽ ചെന്ന് അങ്ങനെ വീഴും. അപ്പോൾ നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഈ കൗതുക കാഴ്ചയുടെ കഥയൊക്കെ പറഞ്ഞു തരാനുള്ളത് അനഘയാണ്. അനഘ, എന്താണ് അവിടെ സംഭവിച്ചത്? അക്ഷരാർത്ഥത്തിൽ പറ്റിപ്പായിരുന്നു, ശശിയായി പോയല്ലേ? ഹിമ, അത് തന്നെ വളരെ കഷ്ടമെന്ന് തന്നെ പറയും ദിലീപ് കുമാറിന്റെ അവസ്ഥ. ഈ ഒരു പറ്റി നമ്മൾ ഒരുപാട് തട്ടിപ്പുകളെ പറ്റി, ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറെ സൈബർ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സമാനമായ ഒരു തട്ടിപ്പ്, പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. യുവാവിന്റെ പേര് ദിലീപ് കുമാർ എന്നാണ്. പഞ്ചാബ് ജലന്ധർ സ്വദേശിയാണ്. ഇദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന യുവാവായിരുന്നു. ഇദ്ദേഹം ഒരു 3 വർഷമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി, സൗഹൃദത്തിലാവുന്നു. 3 വർഷത്തെ പരിചയമാണെന്ന് ആലോചിക്കണം. ഈ 3 വർഷം ഇവരെ ഫോൺ വിളികളിലൂടെ മാത്രമേ ഇവരെ ബന്ധപ്പെട്ടിട്ടുള്ളൂ, ചാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവരുടെ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് പോകുന്നു. പിന്നെ ഈ ദിലീപ് കുമാർ നാട്ടിൽ വന്നതിന് ശേഷം ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് തട്ടിപ്പിന് ഇരയായതിനു ശേഷമാണ് മനസ്സിലാവുന്നത് എല്ലാം പറ്റിപ്പായിരുന്നു, ഇത്തരത്തിലൊരു ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. എന്നിട്ട് വിവാഹം നിശ്ചയിക്കുന്നു. വിവാഹത്തിനായിട്ട് ഈ 150 ബന്ധുക്കളോടുകൂടി ഇവരുടെ അവിടെ ബാൻഡും മേളവും ഒക്കെ ആയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത്. എത്തുന്ന സമയത്ത് ഈ യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, ഓഡിറ്റോറിയത്തിന്റെ പേരും സ്ഥലമൊക്കെ പറയുന്നു. പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഓഡിറ്റോറിയം കാണുന്നില്ല. അങ്ങനെ ഒരു ഓഡിറ്റോറിയം അവിടെ ഇല്ല. ഇവർ കാത്തു നിൽക്കുന്നു. വധുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു. അപ്പോൾ ഉടൻ ബന്ധുക്കൾ എത്തും. ഈ കാത്തിരിക്കാനാണ് പറയുന്നത്. അങ്ങനെ കാത്തിരുന്നു. 1, 2 അല്ല 5 മണിക്കൂറാണ് ഈ വരനും ബന്ധുക്കളും അവിടെ കാത്തു നിന്നത്. പക്ഷേ നമ്മൾ പറയില്ലേ, ജ്യോതി മാത്രം കണ്ടില്ലേ. സോ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് നടക്കുന്ന ഒരു കാര്യമാണ് ഇതുള്ള ചില ഹണി ട്രാപ്പുകൾ. നമ്മൾ ഇതിലൊന്നും മാക്സിമം നമ്മൾ പോയി തലവെക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഒരാൾ ചാറ്റ് ചെയ്യാണ്, കോൾ ചെയ്യാണ്, ഫസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തോ അല്ലെങ്കിൽ ഇത് കൺഫേം ചെയ്യണം, ആൾ എവിടെയുള്ളതാണ്, ഇങ്ങനെയുള്ളതാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഒരു ആധാർ കാർഡ് എങ്കിലും മിനിമം മേടിച്ചിരിക്കണം. സോ ഇതുപോലെ പ്രോബ്ലംസ് ഇത് കേരളത്തിലുണ്ടായ ഇഷ്യൂ അല്ല, കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തുണ്ടായ ഇഷ്യൂ ആണ്. കേരളത്തിൽ ഇതിലും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല രീതിയിൽ ഹണി ട്രാപ്പ് ചെയ്ത് ചീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ സെലിബ്രിറ്റീസിനും കിട്ടാറുണ്ട്. സോ ഇതുപോലെ പലരും ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഇതുപോലെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പോലും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ, കേരള, കർണാടക ഒക്കെ പോയിട്ട് ഒരു ദിവസം നിർത്തിയിട്ടുണ്ട്. സോ സത്യം പറഞ്ഞ സോറി ഗൈസ്, ആക്ച്വലി അറിയാതെ വായന വീണു പോകുന്നത്. ഞാനത് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമല്ല. സോ ഇതുപോലെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പല രീതിയിലുള്ളത്. സോ മാക്സിമം നമ്മൾ കെയർ ആയിരിക്കുക. സോ ഞാൻ വീഡിയോ ഇട്ട് ഞാൻ തന്നെ അവസാനം എന്റെ വായന വീടല്ലേ കറക്റ്റ്. സോ എനിക്ക് 2019-20 കിട്ടിയാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരു കുട്ടി, ആ കുട്ടി ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയിട്ട് കുറച്ച് ലെവലാണ്. സോ ആ കുട്ടിയുടെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് എനിക്കിട്ട് നല്ലൊരു പണി കിട്ടിയിരുന്നു. സോ അഭിഷേക എന്ന് പറഞ്ഞ നെയിം ഐഡന്റിറ്റിയിൽ ഫോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ മെസ്സേജ് വന്ന് അങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് മീറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഹോട്ടൽ മാനേജറിന് പഠിക്കുന്ന സമയത്ത് എന്റെ പല ഇന്റർവ്യൂസും കളഞ്ഞിട്ടുണ്ട് ആ കുട്ടി. അത് ആരാന്നറിയില്ല. സോ അത് ഇതുപോലെ ഒരുപാട് സ്കാം, കുറെ ആളുകൾക്ക് ടൈം പാസ് ആണ്. സോ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വീഴാതിരിക്കുക. വീണാതായിരിക്കും അവസ്ഥ. പിന്നെ അവസാനം പിന്നെ കരയാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മാക്സിമം ബോയ്സും ഗേൾസും കുറച്ച് കെയർഫുൾ ആയിട്ട്, കുറച്ച് ടാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. സോ ഈ 2025 ഇപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിലപ്പെട്ടിട്ടില്ല. സോ ഇത് കഴിഞ്ഞ് പറയാൻ കഴിയില്ല, ഒരുപാട് വന്ന് പെട്ടിട്ടുണ്ടാവും. സോ എന്തായാലും ഈ ഒരു 2025 എങ്ങനെയും കുറച്ച് ബെറ്റർ ആയിട്ട് പോകാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സോ ഇതുപോലുള്ള സ്കാമിങ്ങുള്ള കാര്യങ്ങളൊന്നും ഇനിയെങ്കിലും ഇതൊന്ന് ചാടാതിരിക്കാൻ നോക്കണം. സോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വർഷം നമുക്ക് 2024 എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്ത് ആ ഒരു സെയിം പാറ്റേണിൽ പോകേണ്ടി വരും. സോ ഗൈസ് മാക്സിമം നിങ്ങളിത് മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി മാക്സിമം നിങ്ങളൊന്നും കൂടി കെയർ ചെയ്യുക. നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങളൊന്നും ബെറ്റർ ആയിട്ട് പോയിന്റ് ഓഫ് വ്യൂ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തൊന്ന് പെർഫെക്റ്റ് ചെയ്തിട്ട് ഇനിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക. സോ അല്ലാതെ ഇനി സ്കാമിൽ ചെന്ന് ആരും ചാടാൻ ഇങ്ങനെ പാടില്ല ഈ 2025 സോ നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ അല്ലാതെ മറ്റുള്ളവർ പറയണ പോലെ അത് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗൈസ്, സോ കെയർഫുൾ ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സെക്യൂർ ആയിരിക്കുക. താങ്ക് യു.